കർത്താവേ, നിന്റെ കൈകൾ എന്നെ ഉണ്ടാക്കി രൂപപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ നിന്റെ കൽപ്പനകൾ പഠിക്കേണ്ടതെന്നു എനിക്ക് വിവേകം തരേണമേ. ചൊവ്വാഴ്ച 21 ഏപ്രിൽ 2026. ഇന്ന് രാവിലെ നമ്മുടെ ധ്യാനത്തിനായി യോഹന്നാൻ അധ്യായം 21 വാക്യം 19 അനുസരിച്ച് സുവിശേഷത്തിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തു. ദൈവത്തെ മഹത്വപ്പെടുത്താൻ താൻ ഏതുതരം മരണത്തിലൂടെയാണെന്ന് കാണിക്കാനാണ് അവൻ ഇതു പറഞ്ഞത്. ഇതു പറഞ്ഞ ശേഷം അവൻ പറഞ്ഞു, എന്നെ അനുഗമിക്കൂ. സുപ്രഭാതം സുഹൃത്തുക്കളെ. യേശു പത്രോസിനോട് തന്റെ ഭാവിയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പറഞ്ഞു. അനന്തരം തന്നെ അനുഗമിക്കാൻ അവൻ അവനെ ക്ഷണിച്ചു. നമുക്ക് ഈ വാക്യത്തെക്കുറിച്ച് ധ്യാനിക്കാം. ഇന്ന് പ്രഭാതത്തിലെ ധ്യാനത്തിന്റെ പ്രമേയം ഇതാണ്: എന്നെ പിന്തുടരുക. യേശു 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്കു പ്രത്യക്ഷനായി. ഇപ്രാവശ്യം പത്രോസും മറ്റു 4 പേരും മീൻ പിടിക്കു മടങ്ങിയെത്തിയപ്പോൾ അവർക്ക് മീൻ കിട്ടിയില്ല. വലതുവശത്ത് വല ഇടാൻ യേശു അവരോട് ആവശ്യപ്പെട്ടു. അവിടെ ധാരാളം മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. വല ഏതാണ്ട് പൊട്ടാൻ പോകും. അത് കർത്താവ് കരയിൽ നിൽക്കുന്നുവെന്ന് അവർ മനസ്സിലാക്കി. എന്നിട്ട് അവരെ പ്രഭാതഭക്ഷണത്തിന് ക്ഷണിച്ചു. അവർക്ക് പ്രഭാതഭക്ഷണം കൊടുത്ത ശേഷം യേശു പത്രോസിനോട് ചോദിച്ചു, ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, അതെ കർത്താവേ, നിനക്കറിയാമല്ലോ. പിന്നെ അവൻ പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാമതും ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അവൻ പറഞ്ഞു, അതെ കർത്താവേ. അവൻ പറഞ്ഞു, എന്റെ 10 ആടുകളെ സ്നേഹിക്കണമേ. 3-ാം പ്രാവശ്യം അവൻ അവനോട് ചോദിച്ചു. പീറ്റർ അല്പം അസ്വസ്ഥനായിരുന്നു. അവൻ പറഞ്ഞു, കർത്താവേ, നിനക്കറിയാമല്ലോ. യേശു പറഞ്ഞു, എന്റെ ആട്ടിൻകുട്ടിയെ മേയ്റ്റുക. അതിനുശേഷം അവൻ എങ്ങനെ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതായത്, അവൻ സ്വയം തയ്യാറാകില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ അവനെ അത്തരം സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്ന തരത്തിൽ അവൻ ദുർബലനാകും. പിന്നീട് തന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം യേശു അവനെ അനുഗമിക്കാൻ ആവശ്യപ്പെട്ടു. സുഹൃത്തുക്കളെ, പത്രോസിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിനു മുമ്പ് യേശു അവനെ ശക്തിപ്പെടുത്തി. ചോദിച്ചതിനുശേഷം അദ്ദേഹം ഒരു ഉത്തരവാദിത്തം അദ്ദേഹത്തെ ഏൽപ്പിച്ചു: സഭയുടെ ഉത്തരവാദിത്തം. ഉത്തരവാദിത്വം ഏൽപ്പിച്ച ശേഷം ശുശ്രൂഷ ഏറ്റെടുത്തതിനാൽ താൻ അഭിമുഖീകരിക്കേണ്ടിവന്ന അനന്തരഫലങ്ങളെക്കുറിച്ചും അവൻ അവനോട് പറഞ്ഞു. താൻ ശുശ്രൂഷിക്കേണ്ട വിധം, അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ, അവൻ അഭിമുഖീകരിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് അവനോട് പറഞ്ഞ ശേഷം യേശു അവനെ അനുഗമിക്കാൻ ആവശ്യപ്പെട്ടു. സുഹൃത്തുക്കളെ, കർത്താവിന്റെ ശുശ്രൂഷയിലും ദൗത്യത്തിലും ആയിരിക്കാൻ ഞങ്ങൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. വെല്ലുവിളികൾ നിറഞ്ഞതിനാൽ ഇത് എളുപ്പമാകില്ലെന്നും നാം അറിയേണ്ടതുണ്ട്. അതിനുശേഷം നാം കർത്താവിനെ അനുഗമിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. നമുക്ക് അനുഗമിക്കാം, കാരണം അവൻ നമ്മുടെ രക്ഷകൻ ആകുന്നു. അവൻ നയിക്കും. പ്രാർത്ഥന. കൃപയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്കു നന്ദി പറയുന്നു. ഞങ്ങൾ നിങ്ങളെ സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ നാമത്തിൽ നാം പ്രാർത്ഥിക്കുന്നു. ആമേൻ.